ഇൻവെർട്ടർ കണക്ഷനെ കുറിച്ചുള്ള വീഡിയോ ആണ് സുഹൃത്തുക്കളെ. ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്, ഇൻവെർട്ടറുകൾ ചെയ്യുമ്പോൾ എപ്പോഴും ന്യൂട്രൽ സപ്ലൈറ്റ് വലിക്കണം. RCCB നിർബന്ധമാണ്. കാരണം സപ്ലൈ പോയാൽ RCCB നിർബന്ധമാണ്. വർക്ക് ചെയ്യണമെങ്കിൽ RCCB വെക്കണം. അതിന് ഒരു ഫേസ് ന്യൂട്രും ആയിരിക്കണം എന്നുള്ളൂ. ഏതാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ലൈറ്റുകൾ അല്ലെങ്കിൽ മറ്റു ഉപകരണങ്ങൾ അതിലേക്ക് സെപ്പറേറ്റ് ന്യൂട്രൽ വലിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഈ രണ്ട് ന്യൂട്രൽ മിക്സ് ആതിരുന്നാൽ മതി, ACB സൈഡും ഇൻവെർട്ടർ സൈഡും. ഇതിനങ്ങൾ ചെയ്യുന്നത് കണ്ടോ, ഒരു 2 വയറെടുത്ത് ഒരു ഡമ്മി സ്വിച്ചിൽ ഹോൾ അടിച്ച് ഡയറക്റ്റ് UPSലേക്ക് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ പ്ലഗ് UPS ഊരി വന്നാലും ഷോക്ക് ഏൽക്കില്ല. മറ്റേത് 2 സൈഡിലും പ്ലഗ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് ഊരി വന്നാൽ, പ്ലഗ് സൈഡ് ഊരി വന്നാൽ UPS സൈഡ് എന്നല്ല മറ്റേ സൈഡിൽ നിന്ന് ഊരി വന്നാൽ ഷോക്ക് ഏൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു മരണം ഉണ്ടായിട്ടുണ്ട്. അത് ശ്രദ്ധിക്കണം. ഈ തുടക്കുന്ന ആളുകളൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് വലിക്കുമ്പോൾ ഊരി വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ആകുമ്പോൾ ഊരി വന്നാലും ഷോക്ക് ഏൽക്കില്ല. പിന്നെ ലൈറ്റുകളൊക്കെ സീലിംഗ് കട്ട് ചെയ്ത് വരുന്നുള്ളൂ, ടെസ്റ്റ് അടിച്ച് വരുന്നുള്ളൂ. ഒക്കെ ടെസ്റ്റിംഗ് ഉണ്ട്. നിലവിൽ ഇവിടെ ഇൻവെർട്ടർ RCB വെച്ചിട്ടുണ്ട്. അതിന് 3 ഔട്ട് MCB വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ചെറിയ വീടാണ്, അതുകൊണ്ടാണ് 3 എണ്ണം. അതാണ് ചെറിയ DB. ഓക്കെ, ഇപ്പോഴത്തെ സൈഡ് കാണാം KCB സൈഡ് ഒരു RCCB വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള MCBകളും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക. ന്യൂട്രൽ ബാർ എക്സ്ട്രാ ഇല്ലാത്തതുകൊണ്ട്, ആകെ കുറഞ്ഞ ന്യൂട്രൽ ഉള്ളതുകൊണ്ടും LCB ഡയറക്റ്റ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എല്ലാ പ്ലഗും ഞാൻ പറയുന്നുണ്ട്, പ്ലഗുകളും എർത്ത് ചെയ്യണം, ബോഡികളും എർത്ത് ചെയ്യണം. പ്ലഗ് മാത്രമല്ല, ബോഡികളും. ഇനി പ്ലഗ് ഇല്ലാത്ത ബോഡി ആണെങ്കിൽ തന്നെ അതുണ്ടാവും. ഇവിടെ പ്ലഗ് ഇല്ല എന്നാലും എർത്തിങ് ഉണ്ട്. ഇതിൽ പ്ലഗ് ഉണ്ടാവില്ല, പക്ഷെ എർത്തിങ് നിർബന്ധമാണ്. കളർ കോഡ് ചെയ്യുന്ന കാര്യം കുറേ ആളുകൾ പറയുന്നുണ്ട്. കളർ കോഡ് ശ്രദ്ധിക്കുക. വലിയ പ്രോജക്റ്റും ചെയ്താൽ മാത്രമേ ക്ലയൻറ്റിന് ഒക്കുള്ളൂ. അല്ലാത്ത സമയം ഒരുപാട് വയറുകൾ വേസ്റ്റ് ആകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു കോയിൽ വയർ വാങ്ങി ചിലപ്പം അതിൽ നമുക്ക് 30 മീറ്ററിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ, ബാക്കി അത്രയും മീറ്റർ വേസ്റ്റ് ആവും. എല്ലാ ഷോപ്പുകളും വയർ തിരിച്ചെടുക്കില്ല. ചെറുകിട ഷോപ്പുകൾ മാത്രമേ വയർ തിരിച്ചെടുക്കുള്ളൂ. അപ്പോൾ അത് നഷ്ടമാണ്. സീലിങ്ങിൽ JB LED കൊടുക്കുന്നതിന് പകരം 1 വാട്ടിൻ്റെ LED ആണ് കൊടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ JBയുടെ ഹോള് 1.25 കട്ട് ചെയ്തിട്ട് അതിലേക്ക് പൈപ്പ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് നല്ല ഭംഗിയുണ്ടാവും, രാത്രി കാണാനുണ്ടാവും. ഇവിടെ ലൈറ്റ് ചെക്ക് ചെയ്യാനാണ്, ഫ്ലെക്സിബിളൊന്നും വെക്കാതെ തൽക്കാലം പിന്നെ കണക്ഷൻ ഓർഡറാക്കി കൊടുക്കാനാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഫ്ലെക്സിബിൾ ഹോസ് ചെയ്തിട്ട് ബാക്കി ഫിനിഷ് ചെയ്യും. സ്റ്റെയർ കേസിൽ 2 ലൈറ്റ്, 3 ഉണ്ട്, 2 കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ ഹീറ്ററുകൾക്കൊക്കെ ഇപ്പോൾ DP സ്വിച്ച് ആക്കി കുറച്ച് കാലമായിട്ട്. അതാകുമ്പോൾ ന്യൂട്രും ഫേസും DPY പോയിക്കോളും. മറ്റേ ഡയറക്റ്റോ ഇല്ലെങ്കിൽ ജോയിൻ്റോ അടിക്കേണ്ടി വരും. പിന്നെ ഇവിടെ ഒരു LED സ്ട്രിപ്പിന് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു എന്താ പറയുക, ഒരു മിറർ വരും, അതിൻ്റെ ഒരു സെറ്റും വരും. അപ്പോൾ അതിലേക്ക് സൈഡിൽ കൂടെ LED സ്ട്രിപ്പും മേലെ മിറർ ലൈറ്റിനും കൊടുത്തിട്ടുണ്ട്. ഇത് 2-വേ കൺട്രോള്. ഈ 2 സൈഡിൽ ബെഡ് കൺട്രോള്. ബെഡിൻ്റെ 2 സൈഡിലും ഹാങ്ങിങ് ഉണ്ട്, സെൻറ്ററിലും ഹാങ്ങിങ് ഇട്ടിട്ടുണ്ട്. ഇതിലേതിലൊന്ന് ഒഴിവാക്കണം. അതിൽ 2 സിലിണ്ടറും ഒരു ഹാങ്ങിങ് ആക്കണം. പിന്നെ ഇതാ AC-ക്കുള്ളത് മുൻകൂട്ടി ഇവിടെ ചെയ്തിട്ടുണ്ട്. AC-ക്കുള്ള പൈപ്പ്, ഡ്രെയിനേജ് പൈപ്പും കോപ്പർ പൈപ്പ് ഇട്ടിട്ടുണ്ട്. അതിനി ഇപ്പോൾ കട്ട് ചെയ്തിട്ട് തൽക്കാലം ഒരു പേപ്പറൊക്കെ വെച്ച് പൊട്ടിയിട്ടതിൻ്റെ ശേഷം അവസാനം AC വെക്കുന്ന സമയത്ത് ഓപ്പൺ ആക്കിയാൽ മതി. ഇവിടെ ഒരു സ്റ്റഡി പ്ലഗ് കൊടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ എന്തെങ്കിലും യൂസ് ചെയ്യാം, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ചെയ്തിട്ടുള്ളത് ഒരു TV ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്. മാസ്റ്റർ ബെഡ്റൂമാണ്. TVൻ്റെ ഓപ്ഷൻ അവിടെ ഉണ്ട്. അതിന് കേബിൾ വരെയുള്ള ഓപ്ഷനുണ്ട്. ബെഡിൽ നിന്ന് തന്നെ TV കാണാനുള്ള സെറ്റപ്പാണ്. പിന്നെ വാൾഡ്രോപ്പിന് ഒരു കണക്ഷൻ ഇട്ടിട്ടുണ്ട്. അത് അവിടെ ഉണ്ട്. വാൾഡ്രോപ്പിന് ഒരു കണക്ഷൻ ഇട്ടിട്ടുണ്ട്. ഒരു വരുന്ന സമയത്ത് ഡോറ് തുറക്കുമ്പോൾ ലൈറ്റ് കത്തുന്ന സിസ്റ്റം ചെയ്യാനാണ്, ഭാവിയിലേക്കുള്ളതാണ്. ഇത്ര ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ വീഡിയോയിൽ. അപ്പോൾ ഇതിൻ്റെ ലൈറ്റ് ഉള്ള രാത്രി നൈറ്റ് വീഡിയോ